ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്നാമത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി കല്ലുമ്മക്കായ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെളുത്തുള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പയ്യെ നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ പച്ചമണം ഈ പൊടിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സോസൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് നിങ്ങളെടുക്കുന്ന തക്കാളീൻ്റെ എല്ലാം ഇത് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കല്ലുമ്മക്കായ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ അത് പറ്റാത്തവരുണ്ടെങ്കിൽ ചേർക്കണ്ട. അത് കൂട്ടിയിട്ട് പരിചയമില്ലവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചിലവർക്ക് അത് പറ്റൂല, അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്, കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ അധികം നമ്മൾ അപ്പമൊക്കെ ചൂടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കല്ലുമ്മക്കായ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സോസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 2 രീതിയിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് കല്ലുമ്മക്കായൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം. പിന്നെ അതുപോലെ തന്നെ പാറ്റേണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ റമദാനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം. നല്ല കഞ്ഞിയാണ് ഇത്, നല്ല ടേസ്റ്റാണ്. അത് നോമ്പിനൊക്കെ കുടിക്കുമ്പോൾ തന്നെ നല്ല ക്ഷീണത്തിനൊക്കെ നല്ല ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും നേരത്തെ ആക്കി വെക്കും കേട്ടോ. എന്നാലേ സമയമാകുമ്പോഴേക്ക് നോമ്പ് കുടിക്കാൻ നേരമാകുമ്പോഴേക്ക് അത് നല്ല ചെറിയൊരു ചൂടിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇന്ന് ഷേക്ക് അടിക്കുന്ന ചിക്കുവാണ് കേട്ടോ. അപ്പോൾ ചിക്കുവിലൊന്ന് ഇതുപോലെ ഒന്ന് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അടിച്ചെടുക്കണം. ആദ്യം ഞാൻ ചിക്കും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കൽ. എന്നിട്ട് ഇതാ കട്ടപ്പാൽ പകുതി മാത്രമായിട്ടാണ് കട്ടയായിട്ടുള്ളത്, പകുതി ലൂസിൽ തന്നെയായിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കട്ടയായിട്ടില്ല ആ ഒരു ഷേക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതിനേക്കാളും ഇഷ്ടം ചെറിയൊരു കട്ടിക്കില്ല ആ ഒരു രീതിയിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതാ പകുതി കട്ടയും പകുതി ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലവർക്ക് നല്ല കട്ടയോട് കുടിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് ജഗ്ഗിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ജ്യൂസ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ ഉള്ളിവടക്ക് വേണ്ടിയുള്ള ഉള്ളിയും പച്ചമുളകും ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം തന്നെ പൊരിക്കൂല കേട്ടോ. നമ്മൾ ബാങ്ക് കൊടുക്കാൻ നേരത്തെ പൊരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പി നഷ്ടപ്പെടുമല്ല. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇതാ ടേബിളിലെല്ലാം കൊണ്ടുവയ്ക്കലാണ് കേട്ടോ. നമ്മളെ പയറ്റ് കഞ്ഞി, നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ ചിക്കു ഷേക്ക്, ഇത്രയാണ് ഇന്നത്തെ. പിന്നെ സ്നാക്സ് ഏതെങ്കിലും ഒന്നായിട്ട് ആക്കില്ല അധികം, ചില ദിവസങ്ങളിൽ മാത്രം 2 3 അങ്ങനെ എന്തെങ്കിലും ആക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ പത്തൽ കഴിക്കാം. അപ്പോൾ ഇന്ന് ചിപ്പിക്ക റോസ്റ്റും പത്തലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.